ومن أحسن قولا ممن دعا إلى الله وعمل صالحا. വൈജ്ഞാനിക നവോത്ഥാനത്തിന്റെ ചരിത്രത്താളുകളിൽ ഒരു സുവർണ അധ്യായം കൂടി എഴുതിച്ചേർക്കുകയാണ് അക്കാദമിയത്ത് ഉമറുൽ ഖാളി. ഒരു പതിറ്റാണ്ട് മുമ്പ് പരിമിതമായ കുഞ്ഞുമക്കൾക്ക് അക്ഷരജ്ഞാനത്തിൽ തുടങ്ങിവെച്ച ഈ വൈജ്ഞാനിക പ്രയാണം ഇന്ന് 60-ലേറെ വിദ്യാർത്ഥികൾക്ക് മത, സാമൂഹിക, സാംസ്കാരിക, കായിക രംഗങ്ങളിൽ മികവുറ്റ പരിശീലനങ്ങൾ സംവിധാനിക്കുന്ന ഒരു കലാലയമായി രൂപപ്പെട്ടിരിക്കുന്നു. താജുശ്ശരിഅ മഞ്ഞപ്പറ്റ ഹംസ ഉസ്താദിന്റെയും ഷേഖുന താനാളൂർ അബ്ദുസ്താദിന്റെയും ആശീർവാദത്തിൽ സയ്യിദ് ഉസാമ അൽ ബുഖാരി തങ്ങൾ കാർമ്മികത്വം വഹിക്കുന്ന ഒരു ദശാബ്ദകാലത്തെ ഈ മഹത് സംവിധാനങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. വൈജ്ഞാനിക രംഗത്ത് അനൽപ സംഭാവനകൾ സമ്മാനിച്ച പള്ളി ദർസുകൾ നാമമാത്രമാവുന്ന നവകാലത്ത് മതവിജ്ഞാനത്തോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ ജനറേഷൻ ആൽഫയെ സമുദ്ധരിക്കാൻ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും സമന്വയിപ്പിച്ച് യുഗത്തിന് ഉദാത്ത മാതൃകയാവുകയാണ് ഈ വിദ്യാർത്ഥി സമൂഹം. ധാർമ്മിക വിദ്യാഭ്യാസത്തോടൊപ്പം ആധുനികതയെ പ്രയോഗവൽക്കരിക്കുന്ന അവസരങ്ങളാണ് പുതിയ പാഠ്യപദ്ധതികൾ. മത, ഭൗതിക രംഗത്തെ ബിരുദാനന്തര ബിരുദത്തോടൊപ്പം കലാസാഹിത്യ രംഗത്ത് മികവുറ്റ പരിശീലനങ്ങൾ നൽകി വിദ്യാർത്ഥികളെ പ്രബോധന മേഖലയിലേക്ക് പ്രാപ്തരാക്കുകയാണ് ശരീഅത്ത് കോളേജിലൂടെ ലക്ഷ്യമിടുന്നത്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തോടൊപ്പം സാമൂഹിക സാഹചര്യങ്ങളിൽ നേതൃപാടവത്തിന് ആവശ്യമായതെല്ലാം കരസ്ഥമാക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഭൗതികതയുടെ അതിപ്രസരത്തെ വകഞ്ഞുമാറ്റുന്ന വജ്രായുധമാണ് ആത്മീയ സദസ്സുകൾ. ഷാദുലി, റിഫാഇ, ഖാദിരി ത്വരീഖത്തുകളിലൂടെ സയ്യിദ് അവർക്ക് ലഭിച്ച വളീഫകൾ ഈ വിദ്യാർത്ഥികളുടെ ആത്മസംസ്കരണത്തിൽ മുഖ്യ ഘടകമാകുന്നു. ആധുനികതയോടൊപ്പം സഞ്ചരിക്കാനാണ് കാലം കൊതിക്കുന്നത്. വൈജ്ഞാനിക രംഗത്ത് മികവ് തെളിയിക്കുന്നതോടൊപ്പം അറബി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിൽ സംവദിക്കാൻ നാം അവരെ പ്രാപ്തരാക്കുന്നു. إخواني في الله نسأل الله تعالى أن يتقبل منا ومنكم صالح الأعمال. أما نحن طلاب. As far as we are concerned, private schools usually offer better infrastructure. They have smart classrooms, science laboratories. करने के लिए जमा हुए हैं. आइए हम अपने रहमत आलम हजरत मोहम्मद सल्लल्लाहु കൂടാതെ अलैहि वसल्लम കായിക പരിശീലനത്തിലൂടെ ആരോഗ്യബോധ്യമുള്ള ഒരു ജീവിത രീതി കൂടി സൃഷ്ടിച്ചെടുക്കാൻ വഴിയൊരുക്കുന്ന മാതൃകയാണ് നാം സംവിധാനിക്കുന്നത്. ഒരു ദശാബ്ദത്തിനിപ്പുറം അറിവിന്റെ നീരുറവകൾ തേടിയുള്ള ഈ ജൈത്രയാത്ര തുടരുകയാണ്. ആവുന്ന വിഭവങ്ങളേകി ഈ സദുദ്യമത്തിന് നമുക്ക് കരുത്തു പകരാം. പ്രതീക്ഷയോടെ ഈ അധ്യായം ഞങ്ങൾ നാടിനു സമർപ്പിക്കുന്നു.